ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ട ആക്റ്റീവ 3G വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട്. വണ്ടി സ്റ്റാർട്ടാകുമ്പോൾ പെട്രോൾ താഴേക്ക് ഇങ്ങനെ വെറുതെ ഓവർഫ്ലോ പൈപ്പ് വഴി താഴേക്ക് ഇങ്ങനെ ചാടി പോകുന്ന കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ സ്പോട്ടിൽ പോയി വണ്ടി എടുത്തായിരുന്നതാണ്. കൂട്ടത്തിക്കടെ ജനറൽ സർവീസ്, ഓയിൽ ചെക്കപ്പ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട വണ്ടി വർക്കിൽ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം, എയർ ഫിൽറ്റർ, കാർബറേറ്ററിൻ്റെ ഭാഗം, ഫ്രണ്ട് ബുഷ് സെറ്റൊക്കെ നോക്കി അതിനൊക്കെ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് ഞാൻ ഓൾറെഡി അയച്ചേക്കണതുകൊണ്ട് ബാക്ക് വീൽ അഴിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ബാക്ക് ബ്രേക്കിൻ്റെ ലൈനർ മാക്സിമത്തിലേക്കാണ് നിൽക്കണേ. അഡ്ജസ്റ്റ് ചെയ്ത് പരമാവധി ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ലൈനർ നമുക്ക് അഴിച്ച് മാറ്റേണ്ടി വരും. ബാക്ക് ടയർ അത്യാവശ്യം നല്ല ടയറാണ്, കട്ടയുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ ബ്രേക്കിൻ്റെ കേബിളുകൾ 3 ബ്രേക്ക് കേബിളും മാറ്റേണ്ടതായിട്ടുണ്ട്. കാരണം ഇതൊക്കെ ഔട്ടർ വലിഞ്ഞിട്ടാണ് ഈ സിറ്റുവേഷനിൽ നിൽക്കണം കേട്ടോ. അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരുന്ന ഈ കേബിളും ഔട്ടർ വലിഞ്ഞ് നിൽക്കാം. ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാനുള്ള ഗ്യാപ്പില്ല. ആ ഒരു അവസ്ഥയിലാണ് വണ്ടി, കേബിൾ ഔട്ടർ വലിഞ്ഞ സിറ്റുവേഷനിലാണ് ഇപ്പോൾ വണ്ടി നിൽക്കണേ. നല്ല രീതിയിൽ ബ്രേക്ക് പിടിക്കണം, പക്ഷേ നമ്മൾ കൊടുക്കുന്ന എഫേർട്ടിൻ്റെ അത്രയും പോലും നമുക്ക് ബ്രേക്കിങ്ങിൽ കംഫർട്ടായിട്ട് കിട്ടില്ല. പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ നമുക്ക് ഇതുമേ കിടക്കുന്നത് കമ്പനി ഫിൽറ്ററാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററാണ് കിടക്കുന്നത്. പുതിയ ഫിൽറ്ററാണ്. നമുക്കൊന്ന് തുടച്ച് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ചെയ്തെടുക്കാം. ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് സ്കൂട്ടർ മോഡൽ വണ്ടികൾ ബെൽറ്റ് ഡ്രൈവാണ് വണ്ടി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഭാഗത്ത് ഓയിലോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ബെൽറ്റ് ഉപയോഗിച്ച് വർക്ക് ചെയ്യണതുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ സർവീസും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് വിടണം. ഓരോ 4 മാസം കൂടുമ്പോഴാണ് സർവീസ് വരാം. അറ്റ്ലീസ്റ്റ് 6 മാസത്തിൽ കൂടുതൽ സർവീസ് മെയിൻറ്റെയിൻ ചെയ്യാണ്ട് നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. അപ്പോൾ നമ്മൾ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വണ്ടി അഴിച്ചേക്കുന്നത്. ക്ലച്ചിൻ്റെ ഭാഗം ഓൾറെഡി നമുക്കത് ജനറൽ സർവീസിലുള്ളതാണ്. നമ്മളതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളറൊക്കെ വന്ന യൂണിറ്റാണത്. അത് CVT ക്ലച്ചിൻ്റെ ഒരു പാർട്ടാണ്. നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ക്ലച്ച് വെയ്റ്റിൻ്റെ ഭാഗത്ത് വരുമ്പോഴും നമുക്ക് വേറെ പ്രോബ്ലം ഒന്നുമില്ല. വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ബെൽറ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് കിടക്കുന്നത് കമ്പനി ബെൽറ്റ് അല്ല, ഡ്യൂപ്ലിക്കേറ്റാണ്. ഇടയ്ക്ക് എപ്പോഴോ മാറ്റിയിട്ടുണ്ട് കേട്ടോ. കാരണം ഇത് നമുക്ക് കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റാണ്, ഒറിജിനലല്ല. പക്ഷേ ബെൽറ്റിന് വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല, പൊട്ടലോ കാര്യങ്ങളൊന്നുമില്ല. കിക്കറിൻ്റെ ക്ലച്ചിനകത്ത് വരുമ്പോൾ കിക്കറിൻ്റെ വീല് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാവുന്നതുള്ളൂ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ബെൻഡെക്സിൻ്റെ കേസ് കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. സെൽഫ് മോട്ടറുമേന്ന് എഞ്ചിൻമേക്ക് കണക്ഷൻ വരുന്ന ബെൻഡെക്സ് യൂണിറ്റാണത്. അത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഗവും വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്. അപ്പോൾ ക്ലച്ചിൽ പ്രത്യേകിച്ച് വേറെ കംപ്ലയിൻസ് ഒന്നുമില്ല. നമ്മൾ ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഐറ്റത്തിൻ്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നോക്കി, തേയ്മാനത്തിൻ്റെ കേസൊക്കെ നോക്കി വിലയിരുത്തി റീസെറ്റ് ആക്കുന്നു. അതിനകത്ത് നമുക്കൊരു ഫാൾട്ടായിട്ട് തോന്നുന്നത് ബെൽറ്റാണ്. ഒറിജിനൽ ബെൽറ്റല്ല, പക്ഷെ എന്നാൽ പോലും നല്ല ബെൽറ്റ് ആയതുകൊണ്ട് നമുക്ക് അത് തന്നെ യൂസ് ചെയ്യാം, കുഴപ്പമില്ല. എന്തായാലും നമ്മൾ പണം കൊടുത്ത് മേടിച്ചാണല്ലോ, പരമാവധി ഉപയോഗിക്കാം. അതിനുശേഷം നെക്സ്റ്റ് ടൈം മാറ്റുമ്പോൾ കമ്പനി പാർട്സ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് അതിൻ്റെ എൻജിൻ ഹെഡിൻ്റെ ഭാഗത്തേക്കൊക്കെ വരുമ്പോഴത്തേക്കും വേറെ ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് ഇവിടെ ചോക്കിൻ്റെ കേബിൾ നോക്കുമ്പോൾ ചോക്ക് കേബിൾ വർക്കിംഗ് അല്ല. ഈ ചോക്ക് വലിച്ചാൽ കിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ അത് സംഭവിക്കുന്ന കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഓരോ ദിവസവും രാവിലെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വൈകുന്നേരത്ത് കൂടുതൽ നേരം വണ്ടി ഇരുന്നിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ചോക്ക് വലിച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ചോക്ക് വലിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് വണ്ടിക്ക് ഒരു കംപ്ലൈൻ്റ് അല്ല. അങ്ങനെയാണ് ശരിക്കും ചോക്ക് വലിച്ചിട്ടാണ് ശരിക്കും വണ്ടി സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇത് കൂടുതലും ചോക്ക് വലിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് കംപ്ലൈൻ്റ് എന്നുള്ള രീതിയിൽ നമ്മളത് ഉപയോഗിക്കില്ല. കംപ്ലൈൻ്റ് അല്ല, വണ്ടിയുടെ എഞ്ചിൻ്റെ ഗുണമാണ്. ബാറ്ററിക്ക് ലൈഫ് കൂടുതൽ കിട്ടും. സെൽഫ് മോട്ടറിന് ബ്രഷ് പോകാണ്ട് സെൽഫ് മോട്ടറിനും ലൈഫ് കൂടുതൽ കിട്ടും ഈ ചോക്ക് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ അത് ചെയ്യുന്നതല്ലാണ്. ഞാനിപ്പോൾ എന്തെങ്കിലും സ്വാഭാവികമായിട്ടും സർവീസിൻ്റെ കൂട്ടത്തിൽ കൂടെ നമുക്ക് അതിൻ്റെ ചോക്ക് കേബിളൊന്നും മാറ്റി സെറ്റ് ചെയ്തേക്കാം. കാരണം എപ്പോൾ വേണമെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രോബ്ലം വരാം. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് മാത്രമല്ല നമുക്കത് ഉപയോഗിക്കേണ്ടത്, എല്ലാ ദിവസവും നമ്മളത് ഉപയോഗിക്കുന്നതാണ് വണ്ടിക്കും നല്ലത്. ഈ പറഞ്ഞ രീതിയുടെ ബാറ്ററിക്ക് അടക്കം നമുക്ക് ലൈഫ് കൂടുതൽ കിട്ടാനും നല്ലത്. പിന്നെ കാർബറേറ്റർ യൂണിറ്റ് നമ്മളൊന്ന് അഴിച്ചായിരുന്നു. കാരണം കാർബറേറ്റർ യൂണിറ്റ് അഴിച്ചതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഫുൾ ടൈം പെട്രോൾ പൈപ്പിൽ കൂടെ ഈ ഓവർഫ്ലോ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ ചാടി പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ പെട്രോളിൽ വരുന്ന കെമിക്കൽ റിയാക്ഷൻ്റെ ഭാഗമായിട്ട് വന്നാണ് ഒരു കംപ്ലയിൻ്റ് ആണത്. ശരിക്കും ഇതൊക്കെ ഇതിൻ്റെ ഭാഗത്ത് ശരിക്കും ഒരു അലുമിനിയം ബോഡിയാണ്. ഇതിൻ്റെ ഉള്ളിൽ ഈ കാർബറേറ്ററും അലുമിനിയം ബോഡിയാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ വന്ന പെട്രോളിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പെട്രോളിൽ 20% എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ് വരാം. അപ്പോൾ അതിൻ്റെ ഒരു കെമിക്കൽ റിയാക്ഷനാണ്. കാരണം അതൊരു വാട്ടർ കണ്ടൻറ്റ് ഫോം ചെയ്യാനുള്ളൊരു ഇത് ഇപ്പോഴത്തെ പെട്രോളുകൾക്കുണ്ട്, എത്തനോളിനുണ്ട്. അപ്പോൾ അതിങ്ങനെ കിടക്കുന്തോറും ഈ അലുമിനിയം വാട്ടർ കണ്ടൻറ്റും വരുമ്പോൾ അതിൻ്റെ ഒരു റിയാക്ഷൻ വരും. ഒരു ക്ലാവ് പോലത്തെ ഒരു സിറ്റുവേഷനാണ് വന്നേക്കണേ. അപ്പോൾ നിലവിൽ നമ്മൾ ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യാം. അതേപോലെ തന്നെ ഈ ഫ്ലോട്ട് വാൽവിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഓവർഫ്ലോ വന്നിരുന്നത്. അപ്പോൾ അതും നമുക്ക് മാറ്റിയിടാം. കൂട്ടത്തിൽ കൂടെ ഈ സ്ലോ ജെറ്റൊക്കെ ബ്ലോക്കായ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അതൊക്കെ ഈ E20 പെട്രോൾ എന്നറിയപ്പെടുന്ന ഇപ്പോഴത്തെ പെട്രോളിൻ്റെ ഒരു കെമിക്കൽ റിയാക്ഷനാണ് ഇപ്പോൾ നിലവിൽ സംഭവിച്ചത്.
അപ്പോൾ അത് ഇങ്ങനെ വന്ന കേസുകളിൽ നമ്മളിപ്പോൾ റെഡിയാക്കി ഇട്ടാലും വീണ്ടും റിപ്പീറ്റ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിലവിൽ നമുക്ക് ആ പെട്രോളാണ് കിട്ടാൻ മാർഗമുള്ളൂ. എന്നാൽ പോലും നമ്മൾ ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്യുക. ഈ പറഞ്ഞ 2 ഐറ്റംസും മാറ്റിയിട്ട് കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുക. മാക്സിമം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഒരു രക്ഷയില്ലാന്നുണ്ടെങ്കിൽ വീണ്ടും ഓവർഫ്ലോൻ്റെ പ്രോബ്ലമോ മിസ്സിങ്ങോ അങ്ങനെ പ്രശ്നം എന്തെങ്കിലും കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാർബറേറ്റർ അസംബ്ലി മാറ്റി വയ്ക്കേണ്ടതായിട്ട് വന്നേക്കും. പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്രണ്ട് ബുഷുകൾ നമ്മളൊന്ന് ചെക്ക് ചെയ്യാനൊക്കെ അയച്ചിട്ടുണ്ട്. ഫ്രണ്ടിലത്തെ ഗ്രീൻ ബുഷ് ഈ ഷോക്കിൻ്റെ ബുഷാണ്. അത് ശരിക്കും നമ്മൾ ഗട്ടറിലൊക്കെ ചാടുമ്പോൾ ഡയറക്റ്റ് അടി വന്നതും ഇത് മേക്കാണ്. അപ്പോൾ അതൊരു റബ്ബർ പോലത്തെ അതൊരു പ്ലാസ്റ്റിക് കണ്ടൻറ്റോട് കൂടിയിട്ടുള്ള ഒരു ബുഷാണ്. അത് കുറച്ച് നമുക്കത് മാറ്റിയിടേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റി നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം. ലിങ്കിൻ്റെ ബുഷുകൾ ഇവിടെ വരുന്ന ലിങ്കിൻ്റെ ബുഷുകൾക്ക് കംപ്ലൈൻറ്റ് ഇല്ല. അതൊന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെയുള്ളത് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഈ ഭാഗത്ത് ഈ കവർ ഹാൻഡിലിൻ്റെ കവർ ഈ ഹെഡ്ലൈറ്റ് വരുന്നതിൻ്റെ ഈ അടിയിൽ തന്നെ കവർ മൊത്തം പൊട്ടി കിടക്കുന്നുണ്ടാവും. ഇത് മൊത്തം പൊട്ടിപ്പോയാണ് ഈ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് അതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ നിന്ന് പിടപ്പ് കാര്യങ്ങളൊക്കെ വന്നതിൻ്റെ ഒരു റീസൺ അതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഐറ്റം നമുക്ക് അവൈലബിൾ ആണോ എന്ന് നോക്കാം. ഉണ്ടെങ്കിൽ അത് മാറ്റിയിടണമാണ് നല്ലത്. ആ പ്രോബ്ലം അവിടെയാണ് തീർന്നു നോക്കുള്ളൂ. ഐറ്റം സ്റ്റോക്കിലുണ്ടോ എന്ന് നോക്കണ്ട കേട്ടോ. ഉണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ട് പറയാം. ഉണ്ടെങ്കിൽ അതും കൂടി മാറ്റിയിടാണെങ്കിൽ അതാണ് നല്ലത്. ഇനി അതല്ലെങ്കിൽ തന്നെ എങ്ങനെയും വലിയ പിടപ്പ് നമ്മളിപ്പോൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താലും അത് ക്ലിയർ ആയിട്ട് നിൽക്കില്ല. ആ സൗണ്ട് അങ്ങനെ പൊട്ടിയായതുകൊണ്ട് തന്നെ വരും എന്തെങ്കിലും കേട്ടോ. പിന്നെ അതേപോലെ ഞാൻ ഈ പറഞ്ഞ പോലെ ബ്രേക്കിൻ്റെ കേബിളുകൾ നമ്മൾ ആ പറയുന്ന എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. കാരണം ഓൾറെഡി അത് കംപ്ലയിൻ്റ് ഉണ്ട്. ഫ്രണ്ടിലത്തെ ടയർ ഈ പറഞ്ഞ പോലെ റൈറ്റ് സൈഡ് ചെറിയൊരു തേയ്മാനം കൂടുതലുണ്ട്. നമ്മളിനി ചെയ്യേണ്ട ദിവസം വെച്ചാൽ ബാക്ക് ടയർ എങ്ങനെ മാറ്റുന്നത് നമുക്ക് എപ്പോൾ യൂസ് ചെയ്യുമ്പോഴും പുതിയ ടയർ ഫ്രണ്ടിലേക്ക് യൂസ് ചെയ്യണമാണ് നമുക്ക് നല്ലത്. കാരണം നമുക്ക് ഈ മോഡൽ വണ്ടികൾ വരെ 3G 4G വരെ നമുക്ക് 10 ഇഞ്ച് വീലാണ് ഫ്രണ്ടും ബാക്കും വരെ ഒരേ അളവിലുള്ളതാണ്. അപ്പോൾ എപ്പോഴും പുതിയ ടയർ ഫ്രണ്ടിലിടണമാണ് നല്ലത്. നമ്മൾ ബാക്ക് ടയർ ഈ ഫ്രണ്ടിൽ കിടക്കുന്ന ടയർ ബാക്കിലേക്ക് ഇട്ടിട്ട് പുതിയ ടയർ വേണം ഫ്രണ്ടിൽ യൂസ് ചെയ്യാൻ. അപ്പോൾ വണ്ടി ഓടിക്കാൻ സ്മൂത്തായിരിക്കും. നമുക്ക് ഈ വെട്ടൽ ഈ റൈറ്റ് സൈഡ് വെട്ടി ചെയ്യുന്ന കംപ്ലയിൻ്റൊക്കെ ഒരു പരിധി വരെ നമുക്കത് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതിൻ്റെ ബാറ്ററിയുടെ കേസ് നമ്മളൊന്ന് നോക്കി വിടുന്നുണ്ട്. 2020 മോഡൽ ബാറ്ററിയാണ് വണ്ടിയിൽ ഇരിക്കുന്ന ബാറ്ററി. ആമറോണിൻ്റെ ബാറ്ററിയാണ് 12 വോൾട്ടുള്ള ബാറ്ററിയാണ് 4 ആമ്പിയറിൻ്റെ. അപ്പോൾ ഞാൻ അതൊന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് കേട്ടോ. അതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ 12.74 വോൾട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ 2020 എന്ന് പറയുമ്പോൾ 5 വർഷം പഴക്കമുണ്ട്. ചെക്ക് ചെയ്യുന്ന സമയത്ത് കംപ്ലയിൻ്റാണ് കാണിക്കുന്നത്. ഡാമേജ് ആയ ബാറ്ററി ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് സെൽഫൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഒരു പക്ഷേ നമുക്ക് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കാം. സെൽഫ് അടിക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ആകുന്നില്ല. എന്നാൽ ഹോൺ ഇൻഡിക്കേറ്ററൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സെൽഫ് അടിക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ആവില്ല. അതായിരിക്കും കംപ്ലയിൻറ്റ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിലവിൽ ഓൾറെഡി ബാറ്ററിയുടെ ആണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മളിപ്പോൾ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ കണ്ട കംപ്ലയിൻറ്റ് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. കംപ്ലയിൻറ്റ് നമുക്ക് ആ കംപ്ലയിൻറ്റ് ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രോബ്ലം കാണിച്ചിട്ട് ബാറ്ററി മാറ്റിയാൽ മതി. പക്ഷേ എന്നാൽ പോലും ഓൾറെഡി ബാറ്ററി കംപ്ലയിൻറ്റ് ഉണ്ട്. അത് ഓർമ്മയിൽ വെച്ചേക്കാം. സെൽഫ് എടുക്കാണ്ട് വന്നാൽ ബാറ്ററിയുടെ ആണെന്ന് മനസ്സിലാക്കാം. ബാറ്ററി മാറ്റി കഴിഞ്ഞാലാണ് ആ പ്രോബ്ലം സോൾവ് ആവുള്ളൂ. അതപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് സർവീസ് ചെയ്തതിന് ശേഷം വന്ന കംപ്ലയിൻ്റ് ആണെന്നുള്ള രീതിയിൽ പറയരുത്. കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി ബാറ്ററി കംപ്ലയിൻ്റ് ഉണ്ട്. പിന്നെ അതേപോലെ നമുക്ക് സ്പാർക്ക് പ്ലഗിൻ്റെ ഭാഗം നമ്മളൊന്ന് അയച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. എയർ ഫിൽറ്ററും പ്ലഗും കൂടി ഒരുമിച്ച് മാറ്റിയേക്കണതാണ്. പ്ലഗ് വലിയ പഴക്കമൊന്നും ആയിട്ടില്ല. ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. പിന്നെയുള്ളത് നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ ചെക്കപ്പാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഓയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഓയിൽ ഒരുവിധം കളർ ചേഞ്ച് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നമുക്ക് 100% കളർ നോക്കിയിട്ട് ഓയിൽ മാറ്റാറായിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റില്ല. സ്വാഭാവികമായിട്ട് നമ്മളത് ചെക്ക് ചെയ്യുന്നത് കിലോമീറ്ററിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. എത്ര കിലോമീറ്റർ ഓയിൽ ഒഴിച്ചതിന് ശേഷം എത്ര കിലോമീറ്റർ ഓടി എന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് ഓയിൽ ചേഞ്ച് ചെയ്യണോ വേണ്ടതെന്നുള്ളത് തീരുമാനിക്കാം. കാരണം ഒരു പ്രാവശ്യം ഓയിൽ മാറ്റി കഴിഞ്ഞാൽ ഓരോ 3000 കിലോമീറ്റർ കൂടുമ്പോഴാണ് ഓയിൽ ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ കണ്ടീഷൻ കണ്ടപ്പോൾ ജസ്റ്റ് 100 എന്നുള്ളൂ. 3000 കിലോമീറ്റർ ആയിട്ടുണ്ടെങ്കിൽ മാറ്റിയാൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അത് തന്നെ ലെവൽ കറക്റ്റ് ചെയ്തിട്ട് ടോപ്പപ്പ് ചെയ്യാം. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് പറയാം. ഞാൻ അതിൻ്റെ ഈ ഹാൻഡിൽ കവറിൻ്റെ ആ വൈസറിൻ്റെ അവിടുത്തെ ഹെഡ്ലൈറ്റിൻ്റെ അവിടുത്തെ കവർ പൊട്ടിയണ ഉണ്ടെങ്കിൽ എസ്റ്റിമേറ്റിൽ പെടുത്താം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തൽക്കാലം എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പിടിപ്പിക്കാം. അതിന് ശേഷം വരുത്തി മാറ്റിയിടണമാണ് നല്ലത്. അപ്പോൾ ബാക്കിയത്തെ ബ്രേക്കിൻ്റെ കേബിളുകൾ, എൻജിൻ ഓയിൽ, പിന്നെ അതേപോലെ കാർബറേറ്റർ ക്ലീനിങ്ങിന് സ്ലോ ജെറ്റ്, ചോക്കിൻ്റെ കേബിൾ, ഇതെല്ലാം ഉൾപ്പെടുത്തി ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ.